ക്രിസ്തീയ സഭയിൽ ക്രിസ്തുവിനാൽ അംഗീകാരം ലഭിച്ച 7 കൃപാവര സ്രോതസ്സുകളുണ്ട്. എന്നുവെച്ചാൽ 7 കൂദാശകൾ. ഒന്നാമത്തെ കൂദാശയാണ് മാമോദീസ. മാമോദീസ എന്ന കൂദാശ വേറൊരു നാമത്താൽ അറിയപ്പെടുന്നതാണ് ജ്ഞാനസ്നാനം. സ്നാപകയോഹന്നാനിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ചു ജോർദാൻ നദിയിൽ വെച്ച് ഈശോ മിശിഹ. സ്നാപകയോഹന്നാൻ വിളിച്ചു പറഞ്ഞു, യഹൂദ ജനങ്ങളോട് വരുന്ന ദൈവകോപത്തിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ മാനസാന്തരപ്പെട്ട് നിങ്ങൾ സ്നാനം സ്വീകരിക്കുവിൻ. ഈ ജ്ഞാനസ്നാനമാണ് ക്രിസ്തീയ സഭയിലെ ആദ്യത്തെ കൂദാശ. ആ കൂദാശയോട് അനുബന്ധപ്പെട്ട് വരുന്നതാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശ. പരിശുദ്ധാത്മാവിന്റെ ആവാസം. പരിശുദ്ധാത്മാവ് വന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തിക്ക് ക്രിസ്തുവിൽ നവചൈതന്യത്തോടുകൂടി ജീവിക്കുവാൻ, ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ശക്തി പകരുന്ന അടയാളമാണ് സ്ഥൈര്യലേപനം. കൂദാശകൾ. മൂന്നാമത്തേതായി വരുന്നത് വിശുദ്ധ കുർബാനയാണ്. കുർബാന എന്ന കൂദാശ താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്റെ ശിക്ഷകണത്തോട് ചേർന്ന് ആ അന്ത്യപെസക ഭക്ഷിക്കാൻ ആഗ്രഹിക്കുകയും ആ ഭക്ഷിക്കുന്നതിന് തൊട്ടു മുമ്പ് ക്രിസ്തുനാഥൻ തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തന്റെ അധരം കൊണ്ട് ചുംബിക്കുകയും ചെയ്തുകൊണ്ട് താൻ അവരിൽ നിന്നെല്ലാം അവരുടെയെല്ലാം ദാസനാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം തന്റെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് താൻ തന്റെ പരസ്യജീവിതകാലത്ത് പ്രസ്താവിച്ചിരുന്ന പ്രസ്താവന, ഞാൻ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്, നിത്യജീവൻ നിങ്ങൾക്ക് പകർന്നു തരുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അതിനായി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്റെ ശരീരമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്റെ വിശ്വസിച്ച് തന്റെ പുറകെ കൂടിയിരുന്ന പൊതുജനം മുഴുവനും ഉപേക്ഷിച്ചുപോയി. മനുഷ്യന്റെ ശരീരം ഭക്ഷിക്കാൻ തരുന്ന ഇവനാണോ ഞങ്ങളുടെ രാജാവ് എന്നവർ ചിന്തിച്ചു. അവർ ധരിച്ചു വച്ചിരുന്നത് ഇവനെ പിടിച്ച് രാജാവാക്കിയാൽ
നമുക്ക് അധ്വാനിക്കാതെ ആഹാരം കഴിക്കാം, സുഖലോലുപരായി ജീവിക്കാം എന്നെല്ലാമാണ്. കാരണം ഇവൻ ആരെയും വിധിക്കുന്നില്ല, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, വളരെയധികം രോഗസൗഖ്യങ്ങൾ നൽകുന്നു, എല്ലാവരെയും രക്ഷിക്കുവാൻ തുനിയുന്നു. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ രാജാവാക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യം വളരെ കുശാലായി എന്നവർ ധരിച്ചു. അപ്പോഴാണ് പറയുന്നത്, ഞാൻ എൻ്റെ ശരീരവും രക്തവുമാണ് നിങ്ങൾക്ക് ഭക്ഷണമായും പാനീയമായും നൽകാൻ പോകുന്നത്. അതുവഴിയാണ് നിങ്ങൾ നിത്യജീവന് അർഹത നേടുന്നത്. ഇത് കേട്ടപ്പോൾ അവരെല്ലാം പിരിഞ്ഞുപോയി. അവസാനം ബാക്കി വന്ന 12 പേരടങ്ങിയ തന്റെ ശിഷ്യ സമൂഹത്തിനോട് ചോദിച്ചു, എന്താ നിങ്ങളും പോകുന്നില്ലേ? പത്രോസ്ലീഹ മറുപടി പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകാനാണ്? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലാണുള്ളത്. നിന്നിലാണ് നിത്യജീവൻ നിലനിൽക്കുന്നത്. ഈ നിത്യജീവൻ വിട്ടുകളഞ്ഞ് ഞങ്ങൾ എവിടെ പോകും എന്നവിടുന്ന് സ്പഷ്ടമാക്കി. അതാണ് മൂന്നാമത്തെ കൂദാശയെ സ്ഥായിയായി വന്നത്. അത്താഴത്തിനിരിക്കുമ്പോൾ അവിടുന്ന് അപ്പമെടുത്ത് തന്റെ പിതാവിന്റെ സന്നിധിയിൽ വാഴ്ത്തി വിഭജിച്ച് അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, എൻ്റെ ശരീരമാകുന്നു. അതിനുശേഷം പാനപാത്രമെടുത്ത് വാഴ്ത്തി അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ, അനേകായിരങ്ങൾക്കായി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. അവിടുന്ന് ഒരു പുതിയ കൽപ്പന കൊടുത്തു. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു ചേരുമ്പോഴെല്ലാം ഇത് അനുസ്മരിക്കുവിൻ. അതാണ് മൂന്നാമത്തെ കൂദാശ. നാലാമത്തെ കൂദാശയായി മിശിഹാ തമ്പുരാൻ കൊടുത്തത് രോഗികൾക്കുള്ള സൗഖ്യമാണ്. ബെത്സേദ കുളക്കരയിൽ 38 വർഷമായി രോഗിയായി കിടന്നിരുന്നവനോട് മിശിഹാ തമ്പുരാൻ ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, നിനക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവെ, കുളം കലക്കുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ ഇറങ്ങാൻ തുടങ്ങും മുമ്പേ മറ്റാരെങ്കിലും ഇറങ്ങും എന്നവൻ അവന്റെ വേദന പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ നിന്റെ കിടക്കയ എടുത്തുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോകുക. കിടക്കയും ചുരുട്ടി വീട്ടിലേക്ക് പോകുക എന്ന് അവിടുന്ന് അരുളി ചെയ്തപ്പോൾ തൽക്ഷണം ഈ 38 വർഷമായ തളർവാദ രോഗി അവന്റെ കിടക്ക ചുരുട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. അവരവിടെ സൗഖ്യം കൊടുത്തു. അതാണ് രോഗീലേപനം. രോഗിയായി കഴിയുന്നവനെ മോചനം കിട്ടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ മിശിഹാനാഥനോട് അപേക്ഷിക്കണം, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ.
ആരൊക്കെ യേശുവെ ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ചപേക്ഷിച്ചുവോ, സൗഖ്യങ്ങൾക്കായി അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചുവോ, അവർക്കെല്ലാം അവൻ സൗഖ്യം കൊടുത്തു. പിശാച് ബാധിച്ചവരെയും അവൻ സൗഖ്യപ്പെടുത്തി. എല്ലാ നാമങ്ങൾക്കും ഉപരിയായി അവന്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നു. ഇതാണ് നാലാമത്തെ കൂദാശ, രോഗീലേപനം. നാലാമത്തേതിൽ അഞ്ചാമത്തെ കൂദാശ. അപ്പോൾ ആദ്യമായിട്ട് ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ കൂദാശ മാമോദിസ, രണ്ടാമത്തേത് സ്ഥൈര്യലേപനം, മൂന്നാമത്തേത് കുർബാന, നാലാമത്തേത് പാപമോചനം. പാപിനിയായ ആ മകൾ, അവളെ വേശ്യാവൃത്തിക്ക് പിടിച്ചു എന്ന് പറഞ്ഞ് യഹൂദന്മാർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവളെ കല്ലെറിഞ്ഞു കൊല്ലണം അവരുടെ നിയമപ്രകാരം. അവർ ക്രിസ്തുവിനെ പരീക്ഷിച്ചുകൊണ്ട് യേശുവിനോട് ചോദിച്ചു, മോശയുടെ നിയമപ്രകാരം ഇവൾ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ടവളാണ്. ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശയുടെ നിയമം പറയുന്നത്. ഗുരു, നീ എന്തു പറയുന്നു? അവൻ നിശബ്ദനായി ഭൂമിയിലേക്ക് നോക്കിയിരുന്നു. അവരുടെ ശല്യം മൂത്തപ്പോൾ അവൻ തല ഉയർത്തി നോക്കി പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അവരെല്ലാവരും ഒരുപോലെ പാപികളായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവളുടെ തന്നെ അനുയായികളും കൂടിയായിരുന്നു എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. അവരാരും കല്ലെറിഞ്ഞില്ല. എടുത്തവരെല്ലാം കല്ല് താഴെയിട്ട് എല്ലാവരും മടങ്ങിപ്പോയി. അവസാനം അവളും യേശുവും മാത്രമായി. യേശു തല ഉയർത്തി ചോദിച്ചു, മകളെ, അവരെവിടെ? അവൾ പറഞ്ഞു, അവരെല്ലാം പോയി കർത്താവേ. ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ. എന്നാൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. അവളുടെ പാപങ്ങൾക്ക് മാപ്പ് കൊടുത്തു. രോഗസൗഖ്യം കൊടുത്തിടത്തെല്ലാം പാപസൗഖ്യം കൂടി, പാപപൂർത്തിയും കൂടി കൊടുത്തുകൊണ്ടാണ് മിശിഹാ തമ്പുരാൻ തന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് കുംഭസാരം എന്ന കൂദാശ. ദൈവസന്നിധിയിൽ മിശിഹായോട് എന്റെ അനവധിയായ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കുമ്പോൾ അവിടുന്ന് എന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. എന്നെ ശിക്ഷയ്ക്ക് വിധിക്കാതെ സമാധാനത്തോടെ പോയിക്കൊള്ളുക എന്ന് പറയുന്നു. മേലിൽ പാപം ചെയ്യരുത് മകനെ എന്ന താക്കീതോടുകൂടി. ഇതാണ് നാലാമത്തെ കൂദാശയായ കുംഭസാരം. അഞ്ചാമത്തെ കൂദാശയാണ് രോഗീലേപനം. നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആറാമത്തെ കൂദാശയാണ് തിരുപ്പട്ടം. വൈദികരെ വാഴിക്കൽ. തന്റെ ദൗത്യം പൂർണ്ണമായും കർത്താവ് ഏൽപ്പിച്ചത് തന്റെ പ്രിയ ശിഷ്യരെയാണ്.
താൻ സ്നേഹിച്ചിരുന്ന തന്റെ 12 ശിഷ്യന്മാരെയാണ് തന്റെ ദൗത്യം. ലോകമെങ്ങും പോയി നിങ്ങൾ എന്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിക്കുന്നവനെ ജ്ഞാനസ്നാനം കൊടുത്ത് എന്റെ അനുയായിയാക്കുവിൻ. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്നുകൂടി അവിടുന്ന് അവരോട് പറഞ്ഞു. ആ ഏൽപ്പിച്ച ദൗത്യം ഇന്നും സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ദൗത്യ നിർവഹണത്തിനാണ് വൈദികരെ രൂപപ്പെടുത്തിയത്. പത്രോസ് ശ്ലീഹായുടെ കൈവെപ്പ് വഴി ദൈവാനുഗ്രഹങ്ങൾ വർഷിക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് വൈദികർ. അവിടുത്തെ പുരോഹിതർ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ആയതുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ദാസനെ പോലെ ആയിരിക്കണം. ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ശുശ്രൂഷകരാണ്. നിങ്ങൾ ശുശ്രൂഷിക്കപ്പെടേണ്ടവരല്ല, ശുശ്രൂഷിക്കുവാനുള്ളവരാണ്. കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷകനായിരുന്നു. അങ്ങനെ തിരുപ്പെട്ടമെന്ന കൂദാശ സ്ഥാപിച്ചു. 7ാമത്തെ കൂദാശയാണ് വിവാഹം. പുരുഷൻ തനിയെ ജീവിക്കുന്നത് പാപത്തിലേക്കുള്ള ചായ്വ് കൂട്ടുമെന്ന് കണ്ട ദൈവം യഹോവ അവന് ചേർന്നൊരു ഇണയെ സൃഷ്ടിച്ചു നൽകി. മനുഷ്യ സൃഷ്ടി കഴിഞ്ഞ് നരനെ സൃഷ്ടിച്ച ദൈവം അവന്റെ മുഖത്തെ മ്ലാനതയും സന്തോഷമില്ലായ്മയും കണ്ടപ്പോൾ അന്വേഷിച്ചു, ഇവനെന്തു പറ്റി? അവൻ ചുറ്റും നോക്കിയപ്പോൾ തനിക്ക് ചുറ്റും നിൽക്കുന്ന സകല ജീവജാലങ്ങളിലും ഇണയും തുണയുമായിട്ടാണ് സൃഷ്ടി നടന്നിരിക്കുന്നത്. താൻ മാത്രമാണ് തുണയില്ലാതെ നിൽക്കുന്ന സൃഷ്ടി. അതാണ് അവനെ വേദനിപ്പിച്ചത്. ഉടനെ തന്നെ പിതാവായ ദൈവം അവനെ നിദ്രയിലാഴ്ത്തി അവന്റെ വാരിയിൽ നിന്ന് ഊരിയെടുത്ത് അവിടെ മാംസം നിറച്ച് അവന് ചേർന്ന ഒരു ഇണയെ വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ നിനക്ക് ചേർന്ന ഇണയെ നൽകും. ഇന്ന് നമ്മളെല്ലാം വിവാഹമെന്ന കൂദാശയിലൂടെയല്ല ഇണയെ തേടുന്നത്. നമ്മുടെ മക്കളെല്ലാം അവർക്ക് ചേർന്നതെന്ന് തോന്നുന്ന ഇണയെ പിടിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് ഓടുകയാണ്. മാതാപിതാക്കളോട് പറഞ്ഞാൽ അവർ വിവാഹം ചെയ്തു കൊടുക്കും, തടയില്ല. കാരണം അവരുടെ ഒന്നുള്ളൂ, അവരുടെ കണ്ണിലുണ്ണിയ. അവര്
ആകാശത്തിരിക്കുന്ന അമ്പിളിയമ്മാനെ വേണമെന്ന് പറഞ്ഞാലും പിടിച്ചു കൊടുക്കും. അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. അപ്പോ എന്നാലും മക്കൾക്കൊരു സംശയം. അതുകൊണ്ട് അപ്പനെയും അമ്മേനെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല, നാട്ടുകാർക്ക് ചോറും കൊടുക്കണ്ട, കല്യാണം വിളിച്ചില്ലും വേണ്ട, പറയും വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് അങ്ങോട്ട് പോയിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോവാം, കഴിഞ്ഞു. അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയവർ പിറ്റേ ദിവസം കോടതിയിൽ പോകണം. ഇവളുടെ കൂടെ എനിക്ക് ജീവിക്കാനാവില്ല, ഇവന്റെ കൂടെ എനിക്ക് ജീവിക്കാനാവില്ല. 4, 5, 6 കൊല്ലം പ്രേമിച്ച് നടന്നിട്ടാണ് രജിസ്റ്റർ ഓഫീസിൽ പോയി. അപ്പയൊക്കെ അവൻ കണ്ണായിരുന്നു, പൊന്നായിരുന്നു, മന്നായിരുന്നു, മലരായിരുന്നു. രജിസ്റ്റർ ഓഫീസിൽ പോയി ഇറങ്ങി വന്നപ്പോ കാണുന്നു അവനൊരു മുള്ള്, അവന്റെ കയ്യിന്റെ അടിയിൽ മുള്ള്, അവന്റെ നെഞ്ചില് മുള്ള്, അവന്റെ ചുണ്ടില് മുള്ള്. ഇത് സഹിക്കാനാവില്ല. അപ്പോ കുറച്ചും കൂടി എളുപ്പമുള്ള പണി ചെയ്യാമെന്ന് വെച്ചു. ഗെറ്റ് ടുഗർ ആകാം. ഗെറ്റ് ടുഗർ ആയി കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രേഷൻ ഫീസ് ഫ്രീ ആയി. എത്ര കാലം വേണമെങ്കിലും കൂടെ ജീവിക്കാം. കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പോരാ. തനത് ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാം. പിന്നെ സഹോദരങ്ങളെ, വളരെ വേദനാജനകമാണ്. മക്കളെ നമ്മൾ മോശയുടെ നിയമത്തിൽ പറയുന്നു, എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഉറക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. ആ പോരായ്മയാണ് ഇന്ന് നാം കാണുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതാണ് വിവാഹം എന്ന കൂദാശ. വൈദികനാൽ സഭയുടെ നിയമപ്രകാരം മാതാപിതാക്കൾ അന്വേഷിച്ചുറപ്പിച്ച് ഈ കഴിക്കാൻ പോകുന്ന പെണ്ണിനോ കഴിക്കാൻ സമ്മതിക്കുന്ന ചെക്കനോ മറ്റു തകരാറുകളൊന്നും ഇല്ല തന്നെ എന്ന് ബോധ്യപ്പെട്ട്, അത് ബോധ്യപ്പെടാൻ വേണ്ടി 3 ആഴ്ച വിളിച്ചു ചൊല്ലി 3-ാമത്തെ ആഴ്ച കല്യാണം വെച്ച് കല്യാണം കഴിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ സഭാ തലയിൽ വിവരമറിയിച്ചാൽ, സഭാ വൈദികനെ വിവരമറിയിച്ചാൽ അത് അസാധുവാക്കും. വിവാഹം കഴിയുന്നത് വരേക്കും സമയമുണ്ട്. താലി ചാർത്തി കഴുത്തിൽ കെട്ടുന്നവരെയും സമയമുണ്ട്. അങ്ങനെ സംതൃപ്തിയോടുകൂടി വിവാഹം കഴിഞ്ഞു, കുടുംബജീവിതം കഴിഞ്ഞു. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ അങ്ങനെ വിവാഹിതരാവില്ല. ഈ പറയുന്ന എൻ്റെ വീട്ടിൽ 7 മക്കളുണ്ട്. ഞങ്ങളുടെ അമ്മയ്ക്കും അപ്പനും ഓടിപ്പോണം തോന്നിയൊന്നുമില്ല. എൻ്റെ അപ്പം വന്നിട്ട് എൻ്റെ അമ്മ ആഹാരം കഴിക്കുള്ളൂ. എൻ്റെ അപ്പൻ വന്നാൽ ജോലി കഴിഞ്ഞ് പാതിരയ്ക്കോ പരിച്ചയ്ക്കോ കയറി വന്നാൽ ആദ്യം ചോദിക്കുക, നീ എന്തെങ്കിലും കഴിച്ചു എന്നാ. കുളിക്കാൻ പോകുന്നതിന് പോക്കിൽ പോണതിന് മുമ്പ് അപ്പന് കുളിക്കാനുള്ള വെള്ളം എപ്പോഴും ഉണ്ടാവും. ആ വെള്ളം ഇറക്കി കൊണ്ടുപോകുന്നതിന് മുമ്പ് അമ്മോട് ചോദിക്കും, നീ എന്തെങ്കിലും കഴിച്ചിരുന്ന, മക്കൾക്ക് എന്തെങ്കിലും കൊടുത്തിരുന്ന. ഇന്ന് എവിടെ നേരം? അമ്മയും അപ്പനും പണിയെടുക്കുന്നുണ്ട്. കിണി 2 ഉള്ളൂ, അല്ലെങ്കിൽ 1 ഉള്ളൂ. എന്നിട്ടും ജീവിക്കാൻ പറ്റുന്നില്ല. ഭാര്യയും ഭർത്താവും പണിയെടുക്കുന്നുണ്ട്. 5 അക്കത്തിലും കുറഞ്ഞ ശമ്പളം ആരും കൈപ്പറ്റുന്നില്ല. എന്നിട്ടും ഈ ഒരു കിണീനെ അല്ലെങ്കിൽ 2 കിണീനെ വളർത്താൻ പറ്റണില്ല. വളരെ വേദനാജനകമാണ് നമ്മുടെ ജീവിതം.
സ്ത്രീക്ക് ദൈവം കൊടുത്ത നിയമാവലി ഇങ്ങനെയാണ്: നീ ഗർഭാരിഷ്ടത സഹിച്ച് മക്കളെ പ്രസവിക്കണം. ആ മക്കൾ നിന്റേതല്ല, എന്റേതാണ്. അവനിൽ നിന്നും നീ സമ്പാദിക്കുന്ന എന്റെ മക്കളെ നീ എന്നെക്കുറിച്ചുള്ള അറിവിൽ വളർത്തണം. പ്രതിഫലമായിട്ട് അവൻ നിനക്ക് നിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരും. നിനക്കും മക്കൾക്കും ആഹാരം തരും, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. ഇതുതന്നെയാ അവരോടും പറഞ്ഞ്. ഭാര്യനെ പണിക്ക് വിടാൻ പറഞ്ഞിട്ടില്ല, ഭാര്യനെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഭാര്യയ്ക്ക് എത്ര വേണേ പഠിക്കുക. ഭാര്യ പഠിക്കുന്നത് മുഴുവൻ ദൈവത്തിന്റെ കൃപ മൂലം തന്റെ ഭർത്താവിൽ നിന്നും തനിക്ക് ലഭിച്ച സമ്പാദ്യമായ മക്കളുടെ പുനരുദ്ധാരണത്തിനായിരിക്കണം. ഇന്നങ്ങനെയല്ല. ഇന്ന് മുലകുടി മാറിയ ട്യൂഷൻ ക്ലാസ്സിൽ പോയി, അവിടെ കൊണ്ടുവിട്ടു. 4 വയസ്സായ പ്ലേ സ്കൂളിൽ കൊണ്ടുവിട്ടു. 1 വയസ്സായ ബോർഡിങ്ങിൽ കൊണ്ടുവിട്ടു. 4 വയസ്സിൽ പ്ലേ സ്കൂളിൽ കൊണ്ടുവിട്ടു. 5ാം ക്ലാസ്സിൽ ബോർഡിങ്ങിൽ കൊണ്ടുവിട്ടു. 10ാം ക്ലാസ്സിലാകുമ്പോൾ ആ മകൻ അന്വേഷിക്കണേ അപ്പനെ അമ്മേനെയും കൊണ്ടാക്കാൻ പറ്റൊരു അനാഥാലയം ഏതാ. അനാഥാലയത്തിന്റെ പേരൊക്കെ ഇപ്പൊ മാറി, ഇപ്പോ ഹാപ്പി ഹോമാക്കി. അപ്പനും അമ്മയ്ക്കും 40-45 വയസ്സ് പ്രായമുള്ളൂ. പക്ഷേ മകൻ നേരത്തെ കൂടി അന്വേഷിച്ചു. കാരണം അപ്പനും അമ്മയും വളരെ കൊച്ചില് പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. ആ അപ്പനും അമ്മയാണ് നമ്മുടെ അപ്പനും അമ്മയും. മക്കള് കൊണ്ട് തള്ളി. ബുദ്ധിയുള്ള മക്കള് ഒരു നന്മയും കൂടി കൂടുതൽ ചെയ്യും. 2 ആൾക്ക് 2 സ്ഥലമാക്കും, കുഴപ്പമില്ലല്ലോ. അപ്പൻ ഒരു ഹാപ്പി ഹോമില്, അവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാറി ഒരു ഹാപ്പി ഹോമില് അമ്മ. പിന്നെ ഒരു തല്ലൂടില്ലല്ലോ. പൊന്നു സഹോദരങ്ങളെ, വേദന എടുത്തിട്ടാണ് ഇങ്ങനെ പറയണത്. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ പ്രസവവേദന അനുഭവിച്ചത്. ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു കുഞ്ഞ് പിറക്കുന്നതിന് സമയത്ത് അവൾ അനുഭവിക്കുന്ന ദുരിതപൂർണമായ വേദന. പക്ഷെ കുഞ്ഞ് പിറന്നു കഴിയുമ്പോഴുള്ള സന്തോഷത്തിൽ പിന്നെ മേലിൽ ഒരിക്കലും അവൾ അത് ഓർക്കുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? ദൈവം കൊടുത്ത ആ മനോഹരമായ സൗഭാഗ്യം ഉപേക്ഷിച്ച് നമ്മൾ കത്തിവയ്ക്കും. സിസേറിയൻ, ഓമനപ്പേര്. കാശുണ്ടാക്കാൻ വേണ്ടി ഡോക്ടർമാർ ചെയ്യുന്ന പ്രക്രിയ, ആശുപത്രി വലുതാക്കാൻ വേണ്ടി. ഒരു സ്ത്രീക്കും സിസേറിയന്റെ ആവശ്യമില്ല. എന്റെ ഓർമ്മ വെച്ചതിന് ശേഷം എൻ്റെ അമ്മ 4 ആളെ പ്രസവിച്ചിട്ടുണ്ട്. ഈ 4 ആളെ പ്രസവിക്കുമ്പോൾ നല്ല കഠിനാധ്വാനത്തിലായിരുന്നു. എൻ്റെ അമ്മ കൊയ്യാനും കെട്ടാനും ഒക്കെ വീട്ടിൽ ഞങ്ങളുടെ നിലത്തിലേക്ക് പോകാറുണ്ട്. എൻ്റെ അമ്മ വരുമ്പോഴൊന്നും പറ്റിട്ടില്ല, വീട്ടിൽ തന്നെ വരാറ്. എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഇത് ഗർഭധാരണം നടന്നു എന്ന് കേൾക്കുമ്പോഴേക്കും ഭാര്യ അവളുടെ അമ്മയെ വിളിച്ചറിയിക്കും. അവളുടെ അമ്മ ഉടനടി കത്ത് പാസ്സാക്കും. ശരീരം അനങ്കരിക്കും, മോളെ കട്ടിലിൽ നേരെ
നിവർന്നു കിടന്നോളൂ. അവളത് കേൾക്കും. ഭർത്താവിനെ മൊബൈൽ ഫോണിൽ വീഡിയോ കോൾ വിളിച്ചാൽ മതിയിട്ടാ ഒച്ച വെച്ച് വർത്താനം പറയായിരിക്കും. അത് അവളനുസരിക്കും. ഉദരത്തിലിരിക്കുന്ന ശിശു ഇതൊക്കെ കേട്ട് പഠിക്കും. അവനെ പ്രസവിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവളെ പ്രസവിച്ചു കഴിയുമ്പോൾ അവള് പറയും, എടി മമ്മി മൊബൈൽ എടുത്തു കൊണ്ടുപോവാ മുല കുടിക്കണീ, മൊബൈൽ കൊണ്ടുപോവാ ചോറുണ്ണണീ. അമ്മ ഏതാ അപ്പനെയൊക്കെയാണ് മൊബൈൽ സംസാരിച്ചെന്നുള്ളത് കൊച്ചിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോഴാണ് സാക്ഷാൽ അപ്പൻ എന്ന് പറയുന്ന ആളെ കാണിക്കുക. അപ്പൊ കിടാവ് പകച്ചു നോക്കും. കാരണം അമ്മയുടെ ദുരത്തിലായിരിക്കുമ്പോ കിടാവ് കണ്ട അപ്പനല്ല ഇപ്പൊ കാണുന്നപ്പൻ. അപ്പൊ കിടാവിന് പകപ്പായി. കിടാവ് അമ്മയുടെ മുഖത്തേക്ക് നോട്ടായി. അമ്മയ്ക്ക് എത്തിപ്പിടി കിട്ടാണ്ടായി. കാര്യം കിടാവിന് അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ അമ്മ വീഡിയോ കോൾ ആരേക്ക് വിളിച്ചു പറഞ്ഞെന്ന്. ആ വീഡിയോ കോളിൽ കണ്ട ആളാണ് കിടാവിന്റെ അപ്പൻ. അങ്ങനെ കിടാവ് ധരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അമ്മ അങ്ങനെ ആ അപ്പനോട് സംസാരിക്കുന്നത്. അപ്പൊ കിടാവിന്റെ ധാരണ അപ്പനാന്നല്ലേ. കിടാവിന് കുറ്റം പണ്ട് വലിയ കാര്യമുണ്ടാകും. അപ്പൊ അതവിടെ പോട്ടെ, നമുക്ക് അവിടെ തുടരണ്ട. അവിടെ പോയാൽ കാട് കയറി പോകും. വിവാഹം എന്ന കൂതാശയിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ വിവാഹം എന്ന കൂതാശ. സാക്ഷാൽ കൂതാശകളെല്ലാം നമ്മൾ കാറ്റിൽ പറത്തി. ദൈവത്തെയും ദൈവത്തിന്റെ നിയമങ്ങളെയും കാറ്റിൽ പറത്തി വിട്ടിട്ട് ഞാനെന്നും പരാതിക്കാരനായി ഓടി നടക്കുകയാണ്. സമാധാനമില്ല. തീരാവ്യാധികൾ, രോഗങ്ങൾ, ഭയപ്പെടുത്തുന്ന, മനസ്സിനെ കീഴ്മേൽ മറിക്കുന്ന വ്യഗ്രതകൾ എനിക്ക് ചുറ്റും പാതാളം പോലെയാണ്. കാരണം ആർക്കും അറിയില്ല. ധ്യാനമന്ദിരങ്ങളായ മന്ദിരങ്ങളെല്ലാം കയറിയിറങ്ങും. ഏത് വൈദികനാണ് അഭിഷേകം കൂടുതലുണ്ടെങ്കിൽ അവിടെ ചെല്ലും. എല്ലായിടത്തും ചെല്ലും. പക്ഷേ പരിശുദ്ധ കുർബാനയ്ക്ക് വരില്ല. തന്റെ ഇടവകയിലെ വൈദികന്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരില്ല. കാരണം കള്ളക്കുമ്പസാരം നടത്തേണ്ടി വരും. അപ്പോ അത് ഒഴിവാക്കും. വേറെ വൈദികൻ വരില്ല, കപ്പൂച്ചന്മാര് വരുന്നുണ്ടെങ്കിൽ അവരെ അടുത്ത് കുമ്പസാരിക്കും. കാരണം കപ്പൂച്ചനറിയില്ല ഇയാളെന്താണ്. അപ്പൊ അവിടെ കുമ്പസാരിക്കും. പാപപ്പൊറുതി കിട്ടുമോ? കിട്ടില്ല. നിന്നെ അറിയുന്ന നിന്റെ പിതാവായി സഭ നിശ്ചയിച്ചിരിക്കുന്നത് നിന്റെ ഇടവക വൈദികനെയാണ്. അവനാണ് നിന്റെ യേശു. നീ അവന്റെ ചിത്താണ് ചെന്ന് പറയേണ്ടത്, പിതാവെ തെറ്റിപ്പോയി, ഞാൻ പിഴച്ചുപോയി, അറിവില്ലായ്മ കൊണ്ട് എനിക്ക് മാപ്പ് വാങ്ങിത്തരണേ. ആ വ്യക്തിത്വത്തിന് മാത്രമേ നിന്നെ അറിയൂ. അപ്പോ നല്ല കുമ്പസാരായി, പാപപ്പൊറുതി, രോഗശാന്തി, കൃപാവരായി. മരിച്ചാവുമ്പോഴോ ഇതൊന്നുമില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് മാത്രമേ ഭൂമിയിൽ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സംശയവും നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ രക്ഷയ്ക്കായി ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്റെ ശരീരവും രക്തവുമാണെന്ന് ഏറ്റുപറഞ്ഞവന്റെ ആ ബലിയിൽ, സ്നേഹബലിയിൽ ഭാഗഭാക്കായി അവന്റെ വിരുന്നുണ്ടാൽ മാത്രമേ നിന്റെ വിശപ്പിന്റെ വിളി മാറുകയുള്ളൂ. മറിച്ച് നീ എന്തു ചെയ്താലും നിന്റെ വിശപ്പ് അതേപടിയിരിക്കും.
നിന്റെ വീട്ടിൽ ശാന്തിയില്ല, സമാധാനമില്ല. നിന്റെ കിടക്കയിൽ നിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഇപ്പൊക്കെ കിടക്കുക ഫോറിനെന്നാ പറഞ്ഞത്. എന്റെ ചെറുപ്പകാലത്ത് പായില്, അത് പായൽ കിടന്നാ പോലെ എനിക്കിപ്പോ മടക്കി മുടി വെക്കണം. ഇന്ന് കിടക്കയിൽ കിടക്കണ പരിപാടി കിടക്ക മടക്കണ്ട. കിടന്ന കിടക്കയില് വിരി പോലും നേരെയാക്കാണ്ട് ഏറ്റുപോവുക. പൊന്നു സഹോദരങ്ങളെ, വളരെ വേദനയുണ്ട്. അപ്പോ നമ്മൾ 7 കൂദാശകൾ കണ്ടു. കൂദാശപരമായ ജീവിതം നയിക്കാതെ രക്ഷ പ്രാപിക്കാൻ ബുദ്ധിമുട്ട് കിട്ടില്ല. വേറെ ചിന്തയുടെ ആവശ്യമില്ല. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനങ്ങൾ പാലിക്കുമെന്ന് അവിടുന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ അങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ ഇല്ല, വ്യക്തമാണ്. എന്റെ വചനം നിങ്ങൾക്ക് പാലിക്കാൻ വളരെ എളുപ്പമാണ്. അവിടുന്ന് ഇങ്ങനെയാ പറഞ്ഞത്, എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതുമാണ്. അതിനു പകരം നമ്മൾ ഏറ്റാൻ പറ്റാത്ത അതികഠിനമായ ഭാരമേറ്റുക. മദ്യമായും മദിരാക്ഷിയായും മയക്കുമരുന്നായും മറ്റുള്ള സേവകളായും എന്തിനേറെ പറയണം, നാം ഓരോരുത്തരും ചെയ്യുന്നു. നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ. ഒരു ലജ്ജയില്ല, ഒരു പ്രയാസമില്ല ദൈവത്തെ തള്ളിപ്പറയാൻ. ദൈവത്തിന്റെ പുരോഹിതനെ ചെളി വാരിയെറിയാൻ. നിന്നെപ്പോലെ തന്നെ ഒരു മാതാപിതാക്കൾക്ക് ജനിച്ചു തന്നെയാ അങ്ങേരും കുറവുകളൊക്കെ ഉണ്ടായിരിക്കും. തമ്പുരാൻ കർത്താവ് 12 ആളെ തെരഞ്ഞെടുത്തു. അവർക്ക് എത്രയോ കുറവുകളുണ്ടായിരുന്നു. പത്രോസ്ലിയോട് പറഞ്ഞു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന്. പത്രോസ്ലി പറഞ്ഞു, ആകാശിടിഞ്ഞു ഞാൻ തള്ളിപ്പറയില്ല. അങ്ങനെ പറഞ്ഞു, ഞാൻ തള്ളിപ്പറയില്ല. അവസാനം വളരെ ക്രൂളായിട്ട് പറഞ്ഞു, അയ്യോ ഞാനറിയില്ല കേട്ടോ. ഞാനല്ലേ, ഞാനെ കൂട്ടത്തിലില്ല. താനുള്ളൂ ചെവി ചെത്തി മുറിച്ചു കളഞ്ഞ മറ്റേ ബൽക്യൂസിന്റെ. ഞാനാ അത് വേറെ എനിക്കറിയില്ല. ഞാൻ ഈ മനുഷ്യനെ അറിയില്ല. കർത്താവ് 3 പ്രാവശ്യം പറഞ്ഞു. ആ 3 പ്രാവശ്യം പറഞ്ഞു. ഒന്നിൽ പത്രോസ് ചിന്തിക്കായിരുന്നു. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ശരീരം അഴിഞ്ഞ് അഴകിയ ലാസർ ജീവനുള്ളവനായി പുറത്തു കടന്നു വന്നു. ആ ക്രിസ്തുനാഥനായ എന്റെ കർത്താവും എന്റെ ദൈവമാണ് ഈ പറഞ്ഞതെന്നോട് നീ എന്നെ തള്ളിപ്പറയുമെന്ന്. അങ്ങനെയെങ്കിലും ചിന്തിച്ചിങ്ങ പത്രോസിനെ വിചാരിക്കാമായിരുന്നു. പത്രോസ് വിചാരിച്ചില്ല. മറിച്ച് ആ പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് തിരിഞ്ഞു നോക്കി പത്രോസിന്റെ മുഖത്തേക്ക്. ഒറ്റ നോട്ടത്തിൽ പത്രോസിന്റെ കാര്യം പിടികിട്ടി. അത് പത്രോസിന്റെ ഒരു ഭാഗ്യ. നമ്മളെ മുഖത്തേക്കൊക്കെ എത്രയോ വട്ടം നോക്കുന്നു, നമ്മളറിയാറില്ല. നമ്മൾ വളരെ ലാഘവത്തോടെ കോഴിയെ മുറിക്കുന്ന പോലെ നാവുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സഹോദരന്റെ ഞരമ്പ് ഇങ്ങനെ കെട്ടി ചുംബനം കൊടുക്കുന്നത് പോലെയാ. നീ വെട്ടുകുത്തിക്കൊണ്ടും വാളുകൊണ്ടും കോടാലി കൊണ്ടല്ല കൊല്ലണേ, നീ നിന്റെ നാവ് കൊണ്ടാണ് കൊല നടത്തണേ. അത് എത്രമാത്രം ഉണ്ടെന്ന് നിനക്ക് തന്നെ ബോധ്യമില്ല. ഒരു ദിവസം നീ എത്ര ആളെ കൊല്ലേണ്ടതുണ്ട്?
പൊന്നു സഹോദര, ഒന്നിരുന്ന് ചിന്തിക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ കൂദാശകളെയും കണ്ടല്ലോ. ഇനി നമുക്ക് ഈ കൂദാശകളിലെ ഏറ്റവും വരദായകമായ കൂദാശയാണ് പരിശുദ്ധ കുർബാന. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന കൂദാശയാണ് കുമ്പസാരം. ലജ്ജ കൂടാതെ കുമ്പസാരിക്കാനാവുമോ? ഇടവക വൈദികന്റെ മുമ്പിൽ ഏറ്റുചെന്ന് പറഞ്ഞ് കുമ്പസാരിക്കാനാവുമോ? കള്ള കുമ്പസാരല്ല, നല്ല കുമ്പസാരം. വൈദികൻ നിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കില്ല. ജോയി വന്ന് കുമ്പസാരിച്ചു, വ്യഭിചരിച്ചെന്ന് പറഞ്ഞു. എന്നാ ഇനി ഇവനെ വ്യഭിചാരിയായിട്ട് ഞാൻ കാണുള്ളൂ എന്ന് വൈദികനില്ല. വൈദികനോട് അല്ല നീ കുമ്പസാരിക്കണേ. വൈദികന്റെ രൂപം, ഭാവം മാത്രമേ അവിടെയുള്ളൂ. നീ കുമ്പസാരിക്കുന്നത് വൈദികന്റെ അരികിലാണെന്ന് നിന്റെ കാഴ്ചപ്പുറം ഉണ്ടെങ്കിലും നീ നിന്റെ കർത്താവിനോടെ കുമ്പസാരിക്കണേ. നീ കുമ്പസാരിക്കുമ്പോഴല്ലേ വൈദികന്റെ തോളിലൊരു ഉറാല കിടക്കണത്. ആ ഉറാല കഴുത്തിൽ വീണ് കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിന്റെ പകരക്കാരനായി. ആ പകരക്കാരനാണ്, ക്രിസ്തുവാണ് കുമ്പസാരിപ്പിക്കുന്നത്. നിനക്ക് സൗഖ്യം വേണോ മോളെ, നിനക്ക് സൗഖ്യം വേണോ മോനെ, നിന്റെ ദുരിതം മാറണോ മോനെ എന്ന് ചോദിച്ചിട്ട് അവൻ വന്നിരിക്കുന്നേ. നിനക്ക് ബോധ്യമില്ല. നിന്റെ വിചാരം നീ സഭയിലെ 1-ാം കൈക്കാരനാണ്, 2-ാം കൈക്കാരനാണ്, 3-ാം കൈക്കാരനാണ്. ഞാൻ വിൻസെന്റ് പോളിന്റെ പ്രസിഡന്റാണ്, ഞാൻ CLCയുടെ പ്രസിഡന്റാണ്, ഞാൻ പ്രാർത്ഥന ഗ്രൂപ്പിന്റെ ലീഡറാണ്. അപ്പൊ ഞാൻ വ്യഭിചരിച്ചു എന്ന് പള്ളിയിൽ അച്ഛനോട് പറഞ്ഞാൽ പിന്നെ എന്നെ എങ്ങനെയാ കാണുക? അപ്പൊ അതുകൊണ്ട് ഞാൻ പുത്തമ്പള്ളിയെ പോയി സംസാരിച്ചോളാം, അല്ലെങ്കിൽ കാലുവിലെ പോയി സംസാരിച്ചോളാം. പാപപ്പൊറുതി കിട്ടില്ല കേട്ടാ, ഇത് സത്യം. പാപം പൊറുക്കണമെങ്കിൽ നീ നിന്റെ അപ്പന്റെ അടുത്ത് സംസാരിക്കണം. നിന്റെ പിതാവ് എവിടെ ഇരിക്കണേ? നിന്റെ ഇടവകയില്. നീ അലഞ്ഞു തിരിയാതിരിക്കാൻ വേണ്ടി, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പിതാവായ ദൈവത്താൽ തന്റെ പ്രിയപ്പെട്ട സ്ത്രീകന്മാർ വഴിയായി തെരഞ്ഞെടുത്ത് നിനക്കൊരു പിതാവിന്, ഒരു കൊച്ചു പിതാവിന് തന്നിട്ടുണ്ട്. അയാൾ ഏത് അവസ്ഥക്കാരനായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ കൈവെപ്പ് വഴിയുള്ള അധികാരം വന്നപ്പോ അവിടെ തന്നെ പറയണം, ഒരു ഒഴികഴിവും ഉണ്ടാവില്ല. യെസ് ഓർ നോ ഉള്ളൂ. വ്യാഖ്യാനിക്കാനും വിപുലീകരിക്കാനും ഉള്ള സമയമില്ല. അത് മനസ്സിലാക്കിക്കൊള്ളു. അപ്പോ കുംഭസാരം എന്ന കൂദാശ സൗഖ്യദായകമായി രൂപപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം. കൂദാശകളേഴും സൗഖ്യത്തോടെ സ്വീകരിക്കുക. രോഗീലേപനം എന്ന കൂദാശ കൊടുത്തതുകൊണ്ട് രോഗി മരിക്കില്ല. മരിക്കാനല്ല രോഗീലേപനം കൊടുക്കണേ. ഒട്ടുമിക്ക മക്കളുടെയും ധാരണ അപ്പനും അമ്മയ്ക്കും വയസ്സായത് രോഗീലേപനം കൊടുത്ത അപ്പം മരിക്കും. അച്ഛനോട് പറഞ്ഞ കേട്ടിട്ടുണ്ട്, അച്ഛൻ ഒന്ന് വന്ന് രോഗീലേപനം കൊടുത്ത അച്ഛൻ മരിക്കുന്നില്ല. അപ്പൊ അച്ഛൻ രോഗീലേപനം കൊടുക്കുന്നത് മരിക്കാനാ? രോഗത്തിൽ നിന്ന് മോചനം കിട്ടാൻ എവിടെയെങ്കിലും പഴുതുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് അച്ഛൻ പറഞ്ഞേ. രോഗീലേപനം കൊടുക്കുമ്പോ കുമ്പസാരിച്ചിട്ടാണ് കൊടുക്കുക. പാപപ്പൊറുതി കൊടുത്തിട്ടാണ് കർത്താവിന്റെ തിരുശരീരവും രക്തവും കൊടുക്കുക. അവിടെ രോഗശാന്തിയാണ് വരിക, കുമ്പസാരം പൂർണ്ണമാണെങ്കിൽ. അതിനിതിന് ബോധവും ഓർമ്മയൊന്നുമില്ല, അടച്ചു ദോഷം പോക്കേണ്ടി വരും. അത് സുബോധമുള്ള നേരത്തെ അതിന് കൊടുക്കില്ല, വാങ്ങില്ല. കാരണം മക്കൾക്ക് നേരമില്ല, ഒഴിവില്ല. അപ്പനെയും അമ്മേനെയും അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ചേച്ചിനെ ഏൽപ്പിച്ചോണ്ട്, അല്ലെങ്കിൽ ഹോം നേഴ്സിനെ ഏൽപ്പിച്ചോണ്ട്. ആ ഹോം നേഴ്സ് ഒരു അക്രൈസ്തവ വിജാതീയനാണ്. അവനെന്തറിയാം സഭയെ കുറിച്ച്? ഇതാണ് നാം കാട്ടിക്കൂട്ടുന്നത്.
എന്നെ പഴി പറയണ്ട. നീ നന്നായിട്ട് നീ ഞങ്ങളെ ഉപദേശിക്കില്ല എന്ന് വിചാരിക്കില്ല. മനസ്സിലായ? നിങ്ങളെക്കാളൊക്കെ വലിയ പാപി ഞാൻ തന്നെയാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ പറയുന്ന എന്റെ അതരത്തിലൂടെ ഈ വചനങ്ങൾ വരുന്നത് വഴി എനിക്കാണ് ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് യോഗ്യത ഉണ്ടാവുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ചിന്തയിൽ പോലും പിഴച്ചാൽ ദൈവം എന്നോട് പൊറുക്കില്ല. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് ചിന്ത. ഒരാള് രക്ഷപ്പെട്ടാൽ പറയാലോ. പൊന്നു സഹോദരങ്ങളെ, തിരിച്ചറിയണം. മക്കളെ വളർത്തുമ്പോൾ കൂദാശകൾ തന്നിട്ടുള്ളത് മക്കൾക്ക് പകർന്നു കൊടുക്കണം. വേദോപദേശം പഠിപ്പിക്കാൻ പോണ ടീച്ചർ പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ, പൊന്നു സഹോദരി, നിന്റെ മകൻ നന്നാവൂ? അവളാണോ പെറ്റത്? അല്ലല്ലോ. 6 മണി മുതൽ രാത്രി 12 മണി വരെ സീരിയലുണ്ട്. 5 മണിക്ക് ഞങ്ങൾ ചോറ് കൊടുത്ത് അവരെ കിടത്തി കൊടുക്കാനുള്ളൂ, അല്ലെങ്കിൽ കളിക്കാൻ വിടും. ഈ സീരിയൽ ഓൺ ചെയ്തിട്ട് നീ 12 മണി കഴിഞ്ഞിട്ട് കിടക്കി ചെന്ന് കിടന്നു തുടങ്ങിയ നിന്റെ മക്കള് നന്നാവൂ? മരണത്തെ പുൽകാൻ, മരണത്തെ സ്വീകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന പ്രായം വരും. പിതാവേ, എന്നൊന്ന് വിളിച്ചേ, എന്നൊന്ന് മരിപ്പിച്ചേ, എനിക്കൊന്ന് മരിക്കാൻ ഇടം തന്നെ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയം. നടന്നു പോവാൻ കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും. മരണം പോലും നിന്നെ വെറുക്കുന്ന സമയം വരും. അപ്പോഴാണ് നീ കാര്യങ്ങൾ പഠിക്കുക. ആയതുകൊണ്ട് കുറച്ചധികം നേരെ നമുക്ക് നിർത്താം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ കൂദാശകളെ കുറിച്ചാണ്. ഇപ്പം കൂദാശകളെ കുറിച്ച് എല്ലാവർക്കും എന്നേക്കാൾ ഉപരിയായിട്ട് അറിയാവുന്നവരാണ്. പക്ഷേ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. നീ കോടികൾ സമ്പാദിച്ചാലും മക്കള് നന്നായില്ലെങ്കിൽ പോയി. ഒരു വ്യക്തി ഒരു ദിവസം പണിയെടുത്താൽ ഇന്നത്തെ സാഹചര്യം അനുഭവിച്ച് ഒരു 10,000 രൂപ കിട്ടുന്ന വെച്ചു. ഐ.ടി. എന്നിട്ട് അതൊക്കെ ആയിട്ട് വരുമ്പോൾ 10,000-15,000 രൂപ കിട്ടുന്ന വെച്ചു. അവന്റെ സമ്പത്ത് അതിന് 3 ഇരട്ടി ഉണ്ടെങ്കിലാ അവിടെ ചോദിച്ചേ. യോഹന്നാന്റെ അടുത്ത് വന്നപ്പോ ചോദിച്ചു, പടയാളികളെ, ഞങ്ങൾ എന്ത് ചെയ്യണം? യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ കൈപ്പറ്റരുത്. ശമ്പളം കൂടാതെ കിമ്പളം വാങ്ങരുത്. പലിശയ്ക്ക് കൊടുക്കരുത്. അന്യനെ കുറ്റം വിധിക്കരുത്. നിരപരാധിയുടെ തോളിൽ മുഖം വയ്ക്കരുത്. ഇതൊക്കെ നമുക്ക് ബാധകട്ടാ. രക്ഷപ്പെടില്ല. എത്ര സമ്പത്തുണ്ടെങ്കിലും ഒരു രാത്രി കൊണ്ട് അവസാനിക്കും. മരിച്ചിട്ടല്ല, മരിച്ച സമ്പത്ത് പോവല്ല ചെയ്യുക. നീ അത് മണ്ണായി മേടിച്ചിടും, പൊന്നായി മേടിച്ചിടും, സ്വിസ് ബാങ്കിൽ കൊണ്ടിടും, ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ നിന്നെ സൃഷ്ടിച്ചവനറിയാം, നിന്റെ കയ്യിലിരിപ്പ്. ഇതെല്ലാം പൊന്നു തമ്പുരാൻ വെള്ളത്തിൽ വരച്ച വര പോലെയാക്കും. അതിനാൽ കൂടുതൽ ഭാരപ്പെടാതിരിക്കാൻ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുക. വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക. കൂദാശകളെ മുറുകെ പിടിക്കുക. രക്ഷയുടെ പന്താവിലേക്ക് കടന്നു വരാം. ഇത്ര നേരം നിങ്ങൾ എന്നെ ശ്രവിച്ചതിന് നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു.
പിതാവായ ദൈവമേ, ഞങ്ങളുടെ അധ്വാനങ്ങളെ ഫലദായകമാക്കാൻ കനിവുണ്ടാകണമേ. എന്നങ്ങേ കർത്താവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹ വഴി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. എല്ലാ സഹോദരങ്ങളെയും ഇത് കേൾക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പാപബോധവും പശ്ചാത്താപവും നൽകി ഒരു നല്ല കുമ്പസാരവും കൂദാശപരമായ ജീവിതവും നയിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, വചനത്തെ ഉദരത്തിൽ വഹിച്ചവൾ നീയാകുന്നു. നിന്റെ ഉദരത്തിലാണ് മിശിഹാ തമ്പുരാൻ ഉത്ഭവം ചെയ്തത്. നിന്റെ മാംസവും രക്തവുമാണ് മിശിഹായുടെ മാംസവും രക്തവും. പരിശുദ്ധാത്മാവ് നിന്റെ ഉദരത്തിൽ വന്നു, നീ ഗർഭം ധരിച്ചു, മിശിഹായെ പ്രസവിച്ചു. ആയതുകൊണ്ട് അമ്മേ, കുരിശിൽ കിടന്ന് പുത്രൻ നിന്നെയാണ് ഏൽപ്പിച്ചത്, ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും, കുരിശിൽ നിന്നാണ് നിന്നെ ഞങ്ങൾക്ക് അമ്മയായും ലഭിച്ചത്, ഈ ബോധ്യത്തിലും വിശ്വാസത്തിലും അടിയുറച്ചുകൊണ്ട് നിന്റെ മാധ്യസ്ഥ സഹായം ഞങ്ങൾ തേടുന്നു. നിന്റെ തിരുക്കുമാരനും നമ്മുടെ പിതാവുമായ ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഏവർക്കും വേണ്ടി മധ്യസ്ഥയായിരിക്കണമേ. ഈശോ മിശിഹായി ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.